ഇംഗ്ലീഷ് ഭരണാധികാരികൾ വന്നതുകൊണ്ട് ഭാരതത്തെ ഒറ്റ കൊടുക്കീഴിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന കുറേ പേരിവിടെ ഉണ്ട്. ഇവിടെ ഭരിച്ച കാലത്ത് ഈ നാടിനെ ഉന്മൂലനം ചെയ്യാനും തകർത്ത് തരിപ്പണമാക്കാനും ശ്രമിച്ച കൂട്ടത്തിൽ അവർ പോയി കഴിഞ്ഞാലും ഈ ഭാരതത്തിന് ഡിവൈഡ് ആൻഡ് റൂള് എന്നുള്ളത് അവർ ജീവിതത്തിൽ പകർത്തിയത് തന്നെ ഇവിടെ ഉള്ളവരെ കൊണ്ട് പകർത്തിപ്പിക്കാനും ഇംഗ്ലീഷുകാർ പോയതിന് ശേഷവും ഭാരതത്തിനകത്ത് ഭാരതത്തെയും സംസ്ഥാനങ്ങളെയും പഞ്ചായത്തിനെ ഉൾപ്പെടെ ഭരിക്കുന്നവരെ ഇംഗ്ലീഷുകാരുടെ പ്രിൻസിപ്പിള് ഭംഗിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടാണ് പോയത്. പണ്ട് പുറത്തുള്ളവർ ഭാരതത്തെ ഡിവൈഡ് ആൻഡ് റൂള് പഠിപ്പിച്ചു, പ്രവർത്തിപ്പിച്ചു, നശിപ്പിച്ചു. ഇപ്പൊ അകത്തുള്ളവർ ഡിവൈഡ് ആൻഡ് റൂള് പഠിച്ചു, അത് പ്രാവർത്തികമാക്കി. അറിഞ്ഞു നോക്കാം. ഈ സിമ്പിളായിട്ട് മെക്കോളെ എന്ന് പറയുന്ന വ്യക്തി മാക്സ് മുള്ളർ എന്ന വ്യക്തിയോട് പറഞ്ഞ് ഏൽപ്പിച്ച ദൗത്യം എന്താണെന്നറിയാമോ? ഭാരതം എന്ന രാഷ്ട്രം നിലനിൽക്കുന്നത് ഇവിടുത്തെ വേദ സന്ദേശങ്ങളിലൂടെയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നും സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ, ഇങ്ങനെയുള്ള വേദ സന്ദേശങ്ങളിലൂടെയാണ് നിൽക്കുന്നത്. ആ വേദത്തെ ഒന്ന് തകർത്ത് തരിപ്പണമാക്കിയാൽ ഭാരതത്തെ തകർക്കാൻ ഒരു വിഷമവും ഇല്ല എന്നാണ് ഇംഗ്ലീഷ് ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരികൾ മാക്സ് മുള്ളറെ വിളിച്ച് പറഞ്ഞത്. 57ാമത്തെ വയസ്സിൽ സംസ്കൃതം പഠിച്ച മാക്സ് മുള്ളർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓഫർ ചെയ്തത് ഒരു പേജ് വേദം ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് 5 പൗണ്ടാണ്. അന്നത്തെ കാലത്ത് 5 പൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നുമല്ല. ഒരു പേജ് വേദം ദുർവ്യാഖ്യാനം ചെയ്യാൻ 5 പൗണ്ട്. അപ്പൊ ഋഗ്വേദത്തിൽ ഏതാണ്ട് 1000ഓളം പേജ് ഉണ്ട്. എത്ര പൗണ്ടാ കിട്ടുക അന്നത്തെ കാലഘട്ടത്തിൽ? എന്നിട്ട് അദ്ദേഹം ആദ്യത്തെ അഷ്ടകം അങ്ങോട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് വിമരിച്ചു. ഭ്രാന്തന്മാരുടെ പേക്കൂത്തുകളും സന്ദേശങ്ങളും അല്ലെങ്കിൽ കഥകളും വികൃതമായിട്ടുള്ള ഭാഷകളും ആരാധനാ രീതിയുമാണ് ഋഗ്വേദത്തിലുള്ളത്. സംസ്കാരമുള്ള മനുഷ്യൻ ഒരിക്കലും അത് പഠിക്കില്ല എന്ന് പറഞ്ഞ് അതങ്ങോട്ട് പ്രചരിപ്പിച്ചതിന് ശേഷം മെക്കോളെ മാക്സ് മുള്ളർ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എഴുതി, എന്നെ ഏൽപ്പിച്ച ദൗത്യം വേദത്തെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് നിർവഹിച്ചു. ഐ ഹാവ് മിസ്ഇൻറ്റർപ്രറ്റഡ് ദ വേദാസ് ആൻഡ് ഇറ്റ് ഈസ് ബീയിങ് സ്പ്രെഡ് and the vacuum created in the mind of the Hindus when they read my book, that vacuum should be filled with the biblical thoughts. If the government is not filling that vacuum with the biblical thoughts, whose mistake should it be? അത് ആരുടെ തെറ്റായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഭാര്യയ്ക്ക് കത്തെഴുതിയത്. ഏതായാലും ഈ നാടിന്റെ പലതിനെയും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പുറത്തുള്ളവരെന്താണോ ചെയ്തിരുന്നത് അത് മാക്സ് മുള്ളറെ കൊണ്ട് ചെയ്യിച്ച് ബ്രിട്ടീഷുകാർ ചെയ്ത പോലെ ഇവിടെയുള്ള ചരിത്രകാരന്മാരെ കൊണ്ടും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം ചെയ്യുന്നത് ഇംഗ്ലീഷ് ഭരണകൂടം മാക്സ് മുള്ളറെ കൊണ്ട് ചെയ്യിച്ചത് തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമല്ല, അത് തന്നെയാണ് ചെയ്യിക്കുന്നത് എന്ന് ഹിന്ദുക്കൾ അറിയണം. പിന്നീട് മാക്സ് മുള്ളർ മാറി താൻ ചെയ്ത തെറ്റ് തിരുത്തി. ഇവിടെയുള്ള കുറേ പേര് തെറ്റ് തിരുത്തിയിട്ട് തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ നാടിനെയും സംസ്കാരത്തെ മുടിപ്പിക്കാൻ വേണ്ടി മാത്രം അവരുടെ അച്ഛനമ്മമാര് ജന്മം നൽകിയ ആ ഗതികെട്ട ജന്മത്തിൽ നിന്നൊന്ന് മാറണ്ടേ? ആ മാറാൻ വേണ്ടി അനുഭവിക്കുന്നത്. ഷട്ടർ തുറന്നപ്പോഴത്തേക്കും 40 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് കേരളത്തിനെ സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിക്കാൻ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ഷട്ടർ തുറക്കാതെ വെച്ചു. അവസാനം തുറന്നപ്പോഴത്തേക്കും 31,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായത്. ഇങ്ങനെയാണ് ഭാരതത്തിൽ കമ്മ്യൂണിസവും ഇതുമാതിരിയുള്ളതൊക്കെ പകരുമ്പോൾ ഉണ്ടാവുന്നത്. മൊത്തം നശിപ്പിച്ചതിന് ശേഷം പിന്നെ കടം മേടിച്ചിട്ട് നവോത്ഥാന കേരളവും നവകേരളവും ഒക്കെ ഉണ്ടാക്കുക. നശിപ്പിച്ചത് എന്തിനാണ്? നശിപ്പിച്ചിട്ട് വേണം നന്നാക്കാൻ. അതാണ് ഞങ്ങളുടെ 150 വർഷത്തെ പൈതൃകം എന്ന് അവർ തന്നെ പറയുന്ന ഒരു കാലം ഉണ്ടാവില്ല. എന്നാലും ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാലം ഉണ്ടാവും. അതാണ് ശബരിമലയിൽ സംഭവിച്ചത്, അതാണ് വെള്ളപ്പൊക്കത്തിൽ സംഭവിച്ചത്, അതാണ് നവോത്ഥാനമതിൽ സംഭവിച്ചത്, അതാണ് നമ്മുടെ കണിച്ചിക്കുളങ്ങര ആശാനും സംഭവിച്ചത്. ഏതായാലും കുറേയധികം തിന്മകൾ വരുത്തിയതിന് ശേഷം ഉദ്ദേശിക്കുന്ന നന്മകൾ വരുത്താനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ സമൂഹം ചിലപ്പോൾ കലങ്ങി മറിഞ്ഞ് തിളച്ച് മറിഞ്ഞ് പോയിട്ടുണ്ടാവും, നശിച്ചിട്ടുണ്ടാവും.